ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോഴേ അദ്ദേഹത്തിന് ആദ്യമായിട്ട് പറ്റാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു 3 മിസ്റ്റേക്കുകൾ എൻ്റെ ചിന്തയിൽ പെട്ടെന്ന് വന്ന ഒരു 3 മിസ്റ്റേക്കുകൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയ ഒരു ചെറിയ വീഡിയോ ആണിത്. ഒന്നാമതായിട്ട് നമ്മൾ ആദ്യം മാർക്കറ്റിൽ വരുമ്പോഴത്തേക്കും നമ്മൾക്കൊന്നും അറിയില്ലെങ്കിലും ഒന്നോ രണ്ടോ സ്റ്റോക്കിൽ നിന്നൊക്കെ നമുക്ക് വലിയ പ്രോഫിറ്റ് കിട്ടും. ചിലപ്പോൾ അത് സ്റ്റോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ ആയിരിക്കാം. വലിയ ലാഭം കിട്ടും. ഈ ലാഭം കിട്ടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒന്ന് മതിമറക്കും. ഇതൊരു അടിപൊളി പരിപാടിയാണ്, ഇത് നമുക്ക് പെട്ടെന്ന് കോടീശ്വരനാവാൻ പറ്റുന്ന ഒരു സംവിധാനമാണെന്ന് കരുതി ഒരുപക്ഷെ കൂടുതൽ പണം ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഉള്ള പൈസ നമ്മൾ കളയും. ഇതൊരു തുടക്കകാലത്ത് എല്ലാവർക്കും പറ്റാൻ സാധ്യതയുള്ള വലിയൊരു മിസ്റ്റേക്കാണ്. അല്ലെങ്കിൽ നന്നായി പഠിച്ച് നല്ല മെന്റർഷിപ്പിലൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ ആവർത്തിക്കാതെ പറ്റിയേക്കും. അത് പുതിയ കാലത്തെ ആളുകളുടെ ഒരു നല്ല അഡ്വാൻറ്റേജ് ആണ്. കുറെ ആളുകൾ അങ്ങനെ പറയുന്നത് കേൾക്കാം, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ മെന്റേഴ്സിന് പൈസ കൊടുക്കുന്നത് നഷ്ടമാണെന്നൊക്കെ. പക്ഷെ റൈറ്റ് മെന്റർക്ക് പണം കൊടുക്കുന്നതിൽ യാതൊരു നഷ്ടവും ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിലവിൽ ഞാനൊരു കോഴ്സും സെല്ല് ചെയ്യുന്നൊന്നുമില്ല, എന്നാലും ഞാൻ അത് തന്നെ പറയുന്നു. കാരണം ഒരുപാട് പണം പഠിക്കാൻ വേണ്ടി ചിലവാക്കിയ ഒരാളെന്നുള്ള നിലക്ക് എനിക്കതിലൊരു വലിയ തെറ്റ് തോന്നിയിട്ടില്ല. പക്ഷെ ഒരുപാട് പേര് എത്തിക്സ് ഇല്ലാതെ പഠിപ്പിക്കുന്നതെന്ന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, നമ്മളെല്ലാവരും തുടക്കത്തിൽ ഒരു വലിയ എക്സൈറ്റ്മെന്റിലേക്ക് പോകുന്ന ഒരു കാഴ്ച പൊതുവിൽ കണ്ടുവരുന്നുണ്ട്. കാരണം നമുക്ക് വളരെ പെട്ടെന്ന് പൈസ കിട്ടുന്നു വീട്ടിലിരുന്ന്, അല്ലെങ്കിൽ നമ്മൾ എവിടെ ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരുന്ന് ട്രേഡ് ചെയ്യുമ്പോഴേക്കും അക്കൗണ്ടിൽ. അപ്പോൾ നമ്മളിങ്ങനെ കണക്ക് കൂട്ടും, 2000 ഇൻറ്റു 10 20,000, 20,000, ഇനിയുണ്ട് 10 ട്രേഡിംഗ് ദിവസം, അപ്പോൾ 20 ദിവസം, മിനിമം 20 ദിവസം. സാധാരണഗതിയിൽ 30 ദിവസം കൂട്ടും, പക്ഷേ ഇതിൻ്റെ അകത്ത് ട്രേഡിംഗ് ഇല്ലാത്ത ദിവസങ്ങളൊന്നും ആലോചിക്കാറ് പോലുമില്ല. പക്ഷെ എന്നാലും 20 ദിവസം, ആ 20 ഇൻറ്റു 2000, 40,000 രൂപ. എന്താ സുഖം! ഈ രീതിയിൽ നമ്മളൊരു ഓവർ എക്സൈറ്റ്മെന്റിലേക്ക് പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് തുടക്കത്തിൽ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഒന്നുകിൽ പണം കടം വാങ്ങി അതിലേക്ക് മുടക്കും. അത് വ്യാപകമായി കണ്ടുവരുന്ന രീതിയാണ്. അതോടൊപ്പം ഒരിക്കലും ചെയ്തുകൂടാത്ത കാര്യം കൂടിയാണ്. ഇപ്പൊ ഈ വെൽത്ത് മാനേജ്മെന്റിനൊക്കെ ആളുകൾ നമ്മളെ സമീപിക്കുമ്പോൾ ആളുകളോട് നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഈ പണം നിങ്ങൾക്ക് എത്ര കൊല്ലത്തിന് ശേഷം ആവശ്യമുള്ളത് എന്നാണ്. കാരണം ഇക്വിറ്റിയിലേക്ക് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം 5 കൊല്ലമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരാളെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് പോലും ചെയ്യരുത് എന്ന് കർശനമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കടം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യുക എന്നത് വളരെ തെറ്റായ രീതിയാണ്. എപ്പോഴൊഴികെ നിങ്ങൾക്കൊരു 4% ഇൻട്രസ്റ്റ് റേറ്റിൽ എവിടെന്നെങ്കിലും ഒരു ലോൺ കിട്ടുന്നു എന്ന് കരുതൂ. അത് ട്രേഡ് ചെയ്യാനല്ല, നമുക്ക് താരതമ്യേന നമുക്ക് നല്ല ഉറപ്പുള്ള ഒരു 8-10% അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിപരമായ തീരുമാനമാണ്. അപ്പോൾ തുടക്കകാലത്ത് നമുക്ക് കിട്ടുന്ന ചില പ്രോഫിറ്റിന്റെ പേരിൽ നമ്മളൊരു ഓവർ എക്സൈറ്റ്മെന്റിലേക്ക് പോകരുത്. അതിന്റെ പേരിൽ ഒരു തരത്തിലുള്ള ഫിനാൻഷ്യൽ മണ്ടത്തരങ്ങളിലേക്ക് നമ്മൾ പോകരുത്. കാരണം ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ഈ ഓവർ എക്സൈറ്റ്മെന്റിന്റെ പേരിൽ ഒരുപാട് വലിയ സാമ്പത്തിക മണ്ടത്തരങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടാൻ സാധ്യതയുണ്ട്. എറണാകുളം ജില്ലയിൽ തന്നെ എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം പഠിച്ചിട്ടാണോന്നൊന്നും അറിഞ്ഞുകൂടാ, ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം കുറച്ച് പൈസയൊക്കെ കിട്ടി തുടങ്ങിയപ്പോഴേക്കും കൂട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും എല്ലാം കുറച്ച് പൈസ വാങ്ങി. അങ്ങനെ അദ്ദേഹം വലിയൊരു തുകയ്ക്ക് ട്രേഡ് ചെയ്തു. അതിന്റെ പേരിൽ ആ ചെറുപ്പക്കാരൻ ഉണ്ടാക്കി വെച്ചത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. അങ്ങനെ നാട്ടിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് വളരെ സമ്മർദ്ദങ്ങൾ ഉണ്ടായി. ആ പിതാവ് ആ വീടും സ്ഥലവും പോലും വിറ്റ് ആ കടങ്ങൾ തീർക്കേണ്ടി വന്നു എന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള സാമ്പത്തിക അബദ്ധങ്ങളിലേക്ക് ഒരിക്കലും നമ്മൾ പോകരുത്. അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് ആദ്യകാലത്ത് കിട്ടുന്ന റിട്ടേണുകൾ നമ്മെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക എന്നതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമതായി പറയാനുള്ളത്, ഇതിനെ ഡെയിലി വരുമാനം കിട്ടുന്ന ഒരു മാർഗമായി കാണാതെ, ഒരു ജോലിയായി കാണാതെ, ഇതിനെ ഒരു ബിസിനസ്സായി കാണണം, ബിസിനസ്സായി ട്രീറ്റ് ചെയ്യണം എന്നാണ്. ഇപ്പോൾ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ടാണെങ്കിലും ഈ ഇൻട്രാഡയിലൂടെ കിട്ടുന്ന അഥവാ ട്രേഡിങ്ങിലൂടെ, ഡേ ട്രേഡിലൂടെ കിട്ടുന്ന ഈ ഇൻകം എല്ലാം ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളും ഇതിനെ ഒരു ബിസിനസ് ആയിട്ട് കാണണം. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. മൂന്നാമത്തെ കാര്യം ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. ഒരു പക്ഷേ ഓപ്ഷൻ ട്രേഡൊന്നും ചെയ്യുന്നവർക്ക് ഇത് വലിയ പ്രസക്തമല്ലെങ്കിലും സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ തുടങ്ങിയപ്പോൾ ഉണ്ടായ ആ ഒരു വലിയ ഫാളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ശക്തമായ, വളരെ വ്യക്തമായ ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നു. ഈ ഡൈവേഴ്സിഫിക്കേഷൻ തന്നെ ഒരു വലിയ സബ്ജക്റ്റാണ്. എങ്ങനെയൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്യണം എന്ന് വിശദമായി മനസ്സിലാക്കേണ്ട മറ്റൊരു ഭാഗമാണ്. ഒരൊറ്റ അസറ്റ് ക്ലാസ്സിൽ എല്ലാ ഇൻവെസ്റ്റ്മെന്റും കൂടി ഒരു കാരണവശാലും ഒതുങ്ങിപ്പോകാൻ പാടില്ല. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 3 വിവരങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചിട്ടുള്ളൂ. വിശദമായി മറ്റു വീഡിയോകൾ നമുക്ക് വരുന്ന ആഴ്ചകളിൽ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് സീരിയസ് പ്രിപ്പറേഷൻ നടക്കുന്നതുകൊണ്ട് വിശദമായ വീഡിയോകളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല.
ഒരു സെപ്റ്റംബർ 10ന് ശേഷം നമുക്ക് അത്തരം വീഡിയോകൾ വിശദമായി ചെയ്യാം. ഒരുപാട് ആളുകൾ മാർക്കറ്റ് പഠിക്കണം എന്നും അത്തരം വീഡിയോകൾ കൂടുതലായി ചെയ്യണം എന്നും ഒക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോകൾ ഏറ്റെടുക്കുകയും അത് ഇഷ്ടപ്പെടുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ഇത്തരം വീഡിയോകൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അതുകൊണ്ട് നല്ലൊരു സാമ്പത്തിക ഭാവി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.